അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ പോകും. നമ്മുടെ അച്ചാർ കമ്പനി പണിതപ്പോൾ ബാക്കി വന്ന കുറച്ച് കമ്പികളും നാരങ്ങയും മാങ്ങയൊക്കെ കൊണ്ടുവന്ന ചാക്കുകളൊക്കെ വെച്ചിട്ടുള്ള വെറൈറ്റി സ്റ്റാറാണ്. എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നും അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് കാണാം. ഒരു വെൽഡിങ്ങുകാരൻ്റെ ബാക്കിയുള്ള വേസ്റ്റുകൾ വെച്ചിട്ടുള്ള സ്റ്റാറും പുൽക്കൂടും കൂടിയൊക്കെ ഒപ്പിക്കാൻ നോക്കിയാണ് ബാക്കി കണ്ടറിയാം. ഫേസിൽ പുക അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലി പോവും. അതുകൊണ്ട് അത് തടയാനായിട്ട് ചെറിയ കുറുക്കില്ല. നമ്മൾ ആദ്യം തന്നെ 6.5 അടിക്ക് 2 വാലിനുള്ള കഷ്ണങ്ങളും ബാക്കിയുള്ള മൂലകൾക്ക് വേണ്ടിയിട്ട് 4.5 അടിക്ക് 3 കഷ്ണങ്ങളും കട്ട് ചെയ്തെടുത്ത് അങ്ങനെ 2 സെറ്റ് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് റോട്ടിലൊരു നക്ഷത്രത്തിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് എല്ലാത്തിൻ്റെയും മൂലകൾ ടാക്ക് ചെയ്ത് ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയാക്കി. അങ്ങനെ 2 സെറ്റ് ചെയ്തതിന് ശേഷം മീതയ്ക്ക് മീതെ ഈ 2 സെറ്റും കയറ്റി വെച്ചിട്ട് ഓരോ മൂലയിലും സ്ട്രോങ് ആയിട്ട് ടാക്ക കൊടുക്കുമ്പോൾ കണ്ണിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡൻ കണ്ണ് ചിമ്മി പിടിച്ചിട്ടാണ് നോക്കണേ കേട്ടോ. അപ്പോൾ അതേ നല്ല സ്ട്രോങ് ആയിട്ട് ടാക്ക കൊടുത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുത്തു കൊടുക്കാനുള്ള ചെറിയ കഷ്ണം കമ്പികൾ അടിച്ച് നിവർത്തിയെടുക്കണം. അതിനുശേഷം ഇതേപോലെ ആ സെൻറ്ററിൽ പിടിച്ച് പൊക്കി കഴിയുമ്പോൾ ഇതേപോലെ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ 5 കുത്തു കൊടുത്തിട്ട് അതും നല്ല സ്ട്രോങ് ആയിട്ട് ടാക്ക കൊടുത്ത് അപ്പം നമ്മുടെ നക്ഷത്രം ഏകദേശം ഇതിങ്ങനെ ആയിട്ടുണ്ട്. അപ്പം നക്ഷത്രത്തിൻ്റെ ഫ്രെയിമിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്കിതിനകത്ത് ചാക്കൊട്ടിക്കണ പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മുടെ കമ്പനിയിൽ നാരങ്ങയൊക്കെ കൊണ്ടുവന്ന ചാക്കുകളുണ്ടായിരുന്നു. ആ ചാക്കെടുത്ത് അളവിന് വെച്ച് ഇതേപോലെ ചാക്ക് കട്ട് ചെയ്തെടുത്തിട്ട് SR എന്ന് പറഞ്ഞൊരു പശയുണ്ട്. ആ പശ വാങ്ങിച്ച് കമ്പിയും അങ്ങോട്ട് കറക്റ്റായിട്ട് തേച്ച് കൊടുത്തിട്ട് ചാക്ക് 2 മടക്കിലാണ് ഫ്രണ്ട് ഇട്ടത്. വാലിൽ ചാക്കൊട്ടിച്ചപ്പോഴേക്കിനും അന്നത്തെ ദിവസം കഴിഞ്ഞു. പണി കഴിഞ്ഞപ്പോഴേക്കിനും എനിക്കൊരു ചെറിയ 8ൻ്റെ പണി കിട്ടി. ഇത് കണ്ട അല്ലല്ല ചാക്കും പശയും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോനില്ല പറഞ്ഞു. ഇതൊരു മണ്ടത്തരം പറ്റി നമുക്ക്. കയ്യിൽ എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യണത് നാളെ. അങ്ങനെ 2ാം ദിവസം നമ്മൾ തുടങ്ങി. SR എന്ന് പറഞ്ഞ പശ കമ്പികളുടെ ഒരു വശത്ത് ആദ്യം ഒട്ടിക്കുക. അതിനുശേഷം മറ്റേ വശത്ത് SR തേച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ വേഗം ഒട്ടും. SR ഒന്ന് വലിയാനുള്ള സമയം കൊടുക്കണം. അതെന്നിട്ട് വലിച്ച് ചാക്ക് നല്ല ടൈറ്റ് ചെയ്ത് അപ്പുറത്തെ എഡ്ജിലേക്ക് കൊണ്ടുവന്നിട്ട് ഒട്ടിക്കുക. ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ അതൊട്ടും. അങ്ങനെ എല്ലാ വശങ്ങളിലും ചാക്ക് നന്നായിട്ട് വലിച്ച് 1 സൈഡ് ഒട്ടിക്കുക. അതിനുശേഷം ഇപ്പുറത്തെ എഡ്ജിലേക്ക് വലിച്ചൊട്ടിക്കുക. അങ്ങനെ ചെയ്യുക. എൻ്റെ കൂടെ എല്ലാത്തിനും കട്ട് ചെയ്ത് തരാനും പിടിച്ചു തരാനൊക്കെ ആയിട്ട് നമ്മുടെ കമ്പനിയിലെ ഡ്രൈവറായിട്ടുള്ള ജിജി ചേട്ടൻ ഉണ്ടായിരുന്നു. ജിജി ചേട്ടനാണ് നമ്മുടെ കൂടെ അവസാനം വരെ കട്ടയ്ക്ക് നിന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ ഘട്ടം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പൊതിയലും പിടിക്കലും കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് സ്റ്റേജ്. പ്രാവശ്യം ഗ്ലൗസ് ഇട്ടതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഉപകാരം എന്താണെന്നുള്ള മനസ്സിലായി. ഒന്നുമില്ല. ഇനി അപ്പോൾ നമ്മൾ നക്ഷത്രത്തുമുള്ള ചെറിയൊരു കുറുക്ക് വിദ്യയിലൂടെ ഒരു വെറൈറ്റി പിടിക്കാൻ പോവാണ്. അപ്പോൾ ഓക്കെ പരിപാടികൾ അതിനുള്ളത് പുരോഗമനം ചെയ്യും. ആരും കണ്ടിട്ടില്ല, വീട്ടിലാരും കണ്ടിട്ടില്ല. പുൽക്കൂടുമത്തെ അല്ല നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പുൽക്കൂടും സെറ്റ് ചെയ്യാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ പിറകിലൊക്കെ വെക്കാനായിട്ടുള്ള ചെറിയൊരു പഴയൊരു തന്ത്രം എങ്ങനെ ഉണ്ടാവും നോക്കാം, ഭംഗിയാവും നോക്കാം. ചിരട്ട എടുക്കുക, ചിരട്ട പതുക്കെ തല്ലി പൊട്ടിക്കാം. വാളി ബ്രഷ് ഇല്ല, പക്ഷേ എന്ത് ചെയ്യും? കയ്യിൽ പോയി. അതല്ല, കയ്യിൽ പോയതാണ്, മറിഞ്ഞു പോണേണ്. അങ്ങനെ പെയിന്റിങ് ഒറ്റടിക്ക് കഴിഞ്ഞൊക്കെയാണ് അത് മറിഞ്ഞു പോയി. ജോമൻ ചേട്ടൻ ആയതുണ്ടായിക്കൊണ്ട് വന്നേക്ക് എന്റെ പെയിന്റിങ് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് നമ്മള് നക്ഷത്രത്തിന്റെ ഉള്ളിലേക്കുള്ള കുറച്ച് ലൈറ്റിംഗ് ഉണ്ട്. ആ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പൊ ആശാൻ പരിപാടി തുടങ്ങി കഴിഞ്ഞു. നേരത്തെ നമ്മൾ പെയിന്റ് അടിച്ച് മാറ്റി വെച്ചല്ല, അത് നമ്മൾ കുറച്ച് കൂടി ബാക്കിയുണ്ട്. ആ പരിപാടിയിലേക്ക് കിടക്കുക. വാ, നമ്മളിനി ഇതിൽ ഒരു പഴമയ്ക്കൊരു പുതുമ പോലെ ഒരു സംഭവം തേച്ച് സെറ്റ് ചെയ്യാൻ പോകണം. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പോകുന്ന കാർഡ് ബോർഡിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ടായില്ല,
അതുമ്മ പാറക്കല്ല് മേയണ പോലെയുള്ള ലുക്ക് കിട്ടാൻ ചിരട്ട തല്ലി പൊട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം വയറിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാം. നമുക്ക് ആദ്യം തന്നെ അമ്മാമ്മക്ക് ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ കാര്യം തുടങ്ങിയപ്പോൾ ഒരു ധാരണ ഉണ്ടെന്നല്ലാതെ എന്താകുന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ ഈ വർഷം പുൽക്കൂട് ഉണ്ടാക്കള്ളേന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്തായാലും അമ്മാമ്മക്ക് ഒരു കിഡിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. തിരിഞ്ഞോക്കരുതിട്ടാ. ഇത് കൂട്ടം കാണിച്ചു തരാൻ പോയി. റെഡിയല്ലേ? റെഡിയല്ലേ? എങ്ങനെയുണ്ട്? ഇത്തിരി ഇറങ്ങി നോക്കിയാ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയൊരു സംഭവം ഓർമ്മയുണ്ടോ നമുക്ക്? ഇത്തിരി ഇറങ്ങി തിരിഞ്ഞു നോക്കിയാൽ എന്തെന്നാന്ന് ശരിക്കും. അതായത് നമ്മൾ അച്ചാറ് വരയില ബാക്കി വന്ന കമ്പിയും നാരങ്ങ കൊണ്ടുവന്ന ചാക്കും നാരങ്ങയുടെ ഉള്ളിലുണ്ടായിരുന്ന വൈക്കോലും വെച്ചിട്ട് പിന്നെ ബാക്കിൽ അവിടെ കിടന്നിരുന്ന ചിരട്ട പിന്നെ ചേച്ചി പൊതിയണ കാർഡ്ബോർഡിന് പെയിന്റ് അടിച്ച ബ്ലാക്ക് അങ്ങനെ അച്ചാറ് വരയിൽ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയേക്കണ സംഭവമാണ്. നമ്മ അന്ന് ഉണ്ടാക്കി തുടങ്ങി തുടങ്ങിയില്ലേ? ആ ചാക്ക് വെച്ച് ഉണ്ടാക്കിയ സാധനമാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? റോസ്മേരി പാട്ട് പാടിയടി ആയ ഹൂദിയായില്ലേ ഒന്ന് കേക്കട്ടെ. പാട് ഇത്രയും ഞാനിതൊക്കെ ഉണ്ടാക്കിയല്ലേ എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾ രണ്ടുപേരും പാടണം. ഇവിടെ മൊത്തം പാട്. പാടിക്കോ. താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. എന്തൊക്കെ പാടിയാലും എനിക്ക് യഹൂദിയായാലും ഒന്ന് കേൾക്കണം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ ഉണരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകൻ ദേവഗീതം പാടി ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഡേ നമ്മൾ റെഡിയാക്കി, നക്ഷത്രമൊക്കെ റെഡിയാക്കി ഒരു അടിപൊളിയായിട്ട് വരവേൽക്കാൻ റെഡിയല്ലേ മാമേ? അപ്പൊ നമ്മള് തകർക്കുന്നു അല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി ക്രിസ്മസ് അഡ്വാൻസ്.